എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 2024 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് വിദ്യാർത്ഥികൾ. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ല, ഈ വരാൻ പോകുന്ന പബ്ലിക് എക്സാം മലയാളത്തിൽ പരീക്ഷ എഴുതണോ ഇംഗ്ലീഷ് പരീക്ഷ എഴുതണോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് മിസ് പറയാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ 2025 ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ NIOSന്റെ പബ്ലിക് എക്സാമിന്റെ ചോദ്യപേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല സംശയം ഉണ്ടായിരിക്കും, മിസ് ഈ ചോദ്യപേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സാം മലയാളത്തിൽ എഴുതാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഇടയിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, NIOS 10th അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ 10th ക്ലാസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് മീഡിയത്തിൽ വേണമെങ്കിലും പരീക്ഷ എഴുതാം കേട്ടോ. നിങ്ങളുടെ ചോദ്യ പേപ്പറും അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളിപ്പം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മലയാളം മീഡിയം സെലക്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ടാവും, ഇംഗ്ലീഷ് മീഡിയം സെലക്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ചോദ്യ പേപ്പർ നിങ്ങളുടെ എക്സാം സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ NIOS 10th അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എക്സാമിന്റെ സമയത്ത് അല്ലെങ്കിൽ എക്സാം സെന്ററിൽ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് എഴുതാൻ പോയിരിക്കുന്ന സമയത്ത് ആ ഹോളിലുള്ള സാറുമാരാണെങ്കിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരോട് നിങ്ങൾ പറയണം, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന മീഡിയം മലയാളമാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണ്, അപ്പൊ അതിനനുസരിച്ചുള്ള ചോദ്യപേപ്പർ തരാനായിട്ട് അവരോട് നിങ്ങൾ പറയണം. അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു മീഡിയം അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി NIOS +2 അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചോദ്യ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തർജ്ജമ ചെയ്ത ആ ഒരു രീതിയിലായിരിക്കും. അപ്പൊ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് മലയാളം മീഡിയത്തിലൊന്നും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടത്തില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. +2 വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണ് എന്നുള്ളത് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന സംശയം എന്ന് പറയുന്നത് എക്സാം മലയാളത്തിൽ എഴുതാൻ പറ്റുമോ മിസ് എന്നുള്ളതാണ് അല്ലെ. നിങ്ങൾക്ക് എക്സാം മലയാളത്തിൽ എഴുതാം, യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. നിങ്ങളുടെ മലയാളം മീഡിയം ആണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതാം. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ NIOS +2 ആയാലും 10th ആയാലും നിങ്ങൾ മനസ്സിലാക്കുക, 2024 മുതലാണ് നമ്മുടെ ചോദ്യ പേപ്പറിലൊക്കെ മാറ്റം വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ എപ്രകാരമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആദ്യത്തെ സെക്ഷനിൽ MCQ ടൈപ്പ് ചോദ്യങ്ങളാണ് അല്ലെ. MCQ ടൈപ്പ് ആണ്. അതായത് ഒരു ചോദ്യം ഉണ്ടാവും, അതുപോലെ തന്നെ ABCD എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാം. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? അതായത് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട്, ഇപ്പം എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നതിന് ശേഷം, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന പ്രസ്താവന ചോദ്യങ്ങളാണ് കേട്ടോ, ഒരു സെന്റൻസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു സെന്റൻസ് തന്നിട്ട് അതിന്റെ ഇടയിൽ ഡാഷ് ഇട്ടിട്ടുള്ള രീതിയിൽ, അത് ചിലപ്പോൾ ഒരു ഡാഷ് ആവാം, അല്ലെങ്കിൽ ആൻഡ് എന്നിട്ട് 2 ഡാഷ് ആവാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അതായത് ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളായിട്ട് തന്നെ ആൻസർ എഴുതി കൊടുക്കണം. അതല്ലാതെ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, മാച്ച് ദി ഫോളോയിങ് ഉണ്ട് കേട്ടോ. മാച്ച് ദി ഫോളോയിങ്. ഓക്കെ, മാച്ച് ദി ഫോളോയിങ് ഉണ്ട്. അപ്പം ഈ മാച്ച് ദി ഫോളോയിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചു വരുന്ന കാര്യമാണ് അല്ലെ. എന്താന്ന് ഉദ്ദേശിക്കുന്നത്, ചേരുംപടി ചേർക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അതായത് A സെക്ഷൻ ഉണ്ട്, B സെക്ഷൻ ഉണ്ട് അല്ലെ. എന്നിട്ട് നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. എന്നിട്ട് ശരിയായ ഉത്തരത്തിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ആൻസറിലേക്ക് ഇതുപോലെ ചേരുംപടി ചേർക്കാം. ഇതാണ് മാച്ച് ദി ഫോളോയിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് വരുന്നത്. അപ്പം മനസ്സിലാക്കി വെക്കുക, ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രസ്താവന തന്നിട്ട് അതിൽ ഡാഷ് ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവിടെ നമ്മളായിട്ട് വേണം അവിടെ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഇനി മാച്ച് ദി ഫോളോയിങ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതിനുശേഷം നമുക്ക് വരുന്നത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, വെരി ഷോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ എസ്സേ ടൈപ്പ്. ഓക്കെ,
എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ രീതിയിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആദ്യമേ MCQ, അതിനുശേഷം ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം വെരി ഷോർട്ട് എസ് എ. ഈ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി നിങ്ങൾ ഇരിക്കുക. ഈ രീതിയിലാണ് നിങ്ങൾക്ക് പരീക്ഷ വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പരീക്ഷ മലയാളത്തിൽ എഴുതണോ ഇംഗ്ലീഷിൽ എഴുതണോ എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. NOS 10th അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ്, ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ് ഇതൊക്കെ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചിലേക്ക് വരുമ്പോഴത്തേനും സയൻസ് ഗ്രൂപ്പ് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷ് എഴുതുമ്പോഴാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതോടൊപ്പം തന്നെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്കണോമിക്സ്, അക്കൗണ്ടൻസി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മാക്സിമം ഇംഗ്ലീഷിൽ എഴുതുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഏറ്റവും അനുയോജ്യപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മിസ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വേണം നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് കേട്ടോ. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് ഇപ്പൊ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ 10th ക്ലാസ്സിൽ മറ്റു വിഷയങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാം, യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം MCQ ടൈപ്പ് ചോദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒപ്പം തന്നെ 4 ഓപ്ഷൻസ് ഉണ്ടാവും മിസ് ഇപ്പൊ പറഞ്ഞു അല്ലെ. അതായത് ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് മലയാളത്തിൽ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ അല്ലെ. അതായത് ചോദ്യം തന്നിട്ട് 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണെങ്കിൽ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഈ രീതിയിലാണ് കൊടുക്കുന്നത് അല്ലെ. ഒന്നാമത്തെ ചോദ്യം ആൻസർ എഴുതുമെങ്കിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്, ആൻസർ ഇപ്പൊ C ആണെങ്കിൽ 1ന്റെ C ആയിട്ട് നമ്മൾ ആൻസർ എഴുതി കൊടുക്കാം അല്ലെ. ആ ഒരു രീതിയിലാണെങ്കിൽ ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഇതുപോലെ തരുന്നു. ഓപ്ഷൻസ് ഉണ്ട്, ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ശരിയായ ഉത്തരം നമ്മൾ 2ന്റെ നമ്പർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻസർ ഇപ്പം B ആണെങ്കിൽ B എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ രീതിയിലാണല്ലോ നമ്മൾ ആൻസർ എഴുതി കൊടുക്കുക. അതല്ലാതെ ഇവിടെ നിന്ന് നമ്മൾ എന്താ ഈ പറഞ്ഞ പോലെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ എടുത്ത് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം MCQ ടൈപ്പ് ചോദ്യങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടെ ചോദ്യത്തിന്റെ കൂടെ തന്നെ അതിന്റെ ആൻസേഴ്സ് തന്നിട്ടുണ്ട്, ശരിയായ ഉത്തരം എടുത്ത് എഴുതി കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ആൻസർ എഴുതാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം ട്രൂ ഓർ ഫോൾസ് വന്നു കഴിഞ്ഞാലും ഇതേ രീതി തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. കാരണം ട്രൂ ഓർ ഫോൾസ് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി അല്ലെ. ഒന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ എന്താണ് ഫോൾസ് ആവാം അല്ലെ. അപ്പൊ അതൊക്കെ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ മാച്ച് ദി ഫോളോയിങ് വന്നു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻ പേപ്പർ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അവിടെ തന്നെ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൽ തന്നെ എഴുതി കൊടുക്കും. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള സാധനത്തെ എടുത്തൊന്ന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചേരുമ്പടി ചേർത്ത് അങ്ങ് എഴുതി കൊടുത്താൽ മതി അല്ലെ. ഇനി ഒരു പ്രസ്താവന ചോദ്യം തരികയാണ്. പ്രസ്താവന ചോദ്യം തന്നിട്ട് ഡാഷ് ആൻഡ് ഡാഷ് എന്നൊക്കെ തന്നു അല്ലെങ്കിൽ ഡാഷ് തന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കറക്റ്റ് ആൻസർ എഴുതി കൊടുക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മലയാളം തന്നെ കൊടുക്കാം. മാക്സിമം ഇങ്ങനത്തെയൊക്കെ ഇംഗ്ലീഷിൽ തന്നെ എഴുതാനും കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടണമല്ലോ ഇന്നതാണ് എന്നുള്ളത്. അപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളാണ് പഠിക്കുന്നത്, നിങ്ങളാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യപ്രദമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളിടത്ത് നിങ്ങൾ തന്നെ ആൻസർ എഴുതി കൊടുക്കുക. അത് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വരുന്നത് ഏതാണ്, ഷോർട്ട് ആൻസർ ടൈപ്പും അതുപോലെ തന്നെ വെരി ഷോർട്ടും എസ് എ ആണ് എക്സാമിന് വരുന്നത് അല്ലെ. എസ് എ ടൈപ്പും ആണ് വരുന്നത്. സോ വെരി ഷോർട്ട് ആൻസറും വെരി ഷോർട്ടും എസ് എ ടൈപ്പും ഒക്കെ എന്താണ്, മലയാളത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. നിങ്ങൾ ഏത് ലാംഗ്വേജിലാണോ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പൊ ക്ലിയർ ആയല്ലോ ഏത് രീതിയിലാണ് പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ്, മിസ് ഇംഗ്ലീഷിൽ എഴുതണോ മലയാളത്തിൽ എഴുതണോ, ഏതൊക്കെ വിഷയങ്ങളാണ് ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ മലയാളത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ എഴുതാനായിട്ട് പറ്റും, ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് നിങ്ങൾ നിലനിൽക്കുന്നതെന്ന് അറിയാം. അപ്പോൾ എക്സാമിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പരീക്ഷ എഴുതാനായിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാം ബോർഡ് കയറുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇംഗ്ലീഷിൽ എഴുതണോ മലയാളത്തിൽ എഴുതണോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പരീക്ഷ എഴുതി നോക്കിക്കേ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ മിസ് ഏതൊക്കെ വിഷയങ്ങളാണ് ഇംഗ്ലീഷിൽ എഴുതേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും മലയാളത്തിൽ എഴുതിക്കും, യാതൊരു കുഴപ്പമില്ല. സയൻസ് എടുക്കുന്ന
എഴുതുന്നവർക്ക് മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ഇംഗ്ലീഷിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ സയൻസുകാരൊക്കെ ഇംഗ്ലീഷ് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അക്കൗണ്ടൻസി, എക്കണോമിക്സ് ഒക്കെ ഇംഗ്ലീഷ് വാക്കുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നത് അതാണ് കേട്ടോ. ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളമായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതിയെടുക്കാം. 10ാം ക്ലാസ്സുകാർ ശ്രദ്ധിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിർത്തുന്നു. NISനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.